ദൃശ്യം 3യുടെ റെമോണ്ടേഷൻ ആർട്ടിസ്റ്റുകൾ മേടിച്ച റെമോണ്ടേഷൻ അത് ഫേമസ് ആർട്ടിസ്റ്റുകൾ മാത്രം ചെറുകിട ആർട്ടിസ്റ്റുകളുടെ പേര് കണക്കുമ്പോഴൂടെ പറയുന്നില്ല, നമുക്കറിയില്ല. അപ്പോൾ ദൃശ്യം 3യിൽ നമ്മൾക്ക് 120 കോടി രൂപയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്. അതിൻ്റെ മേലെ പോകാനോ സാധ്യത. അപ്പോൾ ഇതിൽ അൻസിബ മേടിച്ച പൈസ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 ലക്ഷം രൂപയാണ് അൻസിബ ഈ പടത്തിന് വേണ്ടിയിട്ട് റെമോണ്ടേഷൻ മേടിച്ചത്. അതുപോലെ തന്നെ മുരളി ഗോപി 35 ലക്ഷം രൂപ വാങ്ങിച്ചു. പിന്നെ എക്സ്റാൻ എന്നെ പേര് എൻ്റെ ആ കുട്ടിയുടെ 20 ലക്ഷം രൂപ വാങ്ങിച്ചു. പിന്നെ സിദ്ദിഖാണ് ഫേമസ് ആർട്ടിസ്റ്റ്. സിദ്ദിഖ് മേടിച്ചത് 60 ലക്ഷം രൂപയാണ്. 60 ലക്ഷം രൂപ. ആശാശരത്തിന് ഒരു ഡയലോഗ് പോലും ഇല്ലാണ്ട് അവസാനം 1-2 സീനിൽ മാത്രം പറഞ്ഞതിന് ആശാശരത്തിന് 20 ലക്ഷം രൂപ കൊടുത്തു. അപ്പോൾ പിന്നെ വരുന്നത് അതിൽ മീനയാണ്. മീന 75 ലക്ഷം രൂപ മീന മേടിച്ചു. പിന്നെ വാങ്ങിച്ചത് ഏറ്റവും വലിയ എമൗണ്ട് വാങ്ങിച്ചത് മോഹൻലാലാണ്. മോഹൻലാൽ 20 കോടി രൂപയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര വന്നു? 120 കോടിയിൽ മേലെ വന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ട്, 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഈ ട്രാക്ടർമാർ പറയുന്നതാണ്. ഇതൊന്നും ശരിയാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതൊന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ തള്ളൽ മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ 6 ദിവസം കൊണ്ട് 200 കോടി രൂപ ഗ്രോസ് കളക്ഷൻ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 200 കോടി ക്ലബ്ബിൽ കയറി. ഇനി കുറച്ച് ആൾക്കാർ വേണ്ട 300 കോടി ക്ലബ്ബിൽ കയറി. ആകെ 6 ദിവസമായുള്ള പടം 7-7ാമത്തെ ദിവസം വരാൻ പോകണുള്ളൂ. അപ്പോൾ ഇത്രയും തള്ളിയിട്ട് ഇതുപോലെ PR വർക്ക് നടത്തിയത് വേറൊരു സിനിമയില്ല. അതേപോലെ പൈസയും ചെലവ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ 6 ദിവസത്തെ കളക്ഷനിൽ അവർ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 26 ലക്ഷം പ്രേക്ഷകർ സിനിമ കണ്ടു. അതിൽ 6 ദിവസം കൊണ്ട് നമുക്ക് ഗ്രോസ് കളക്ഷൻ 38 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. ഈ 38 കോടി രൂപ നമ്മുടെ ആന്റണി പെരുമ്പാവൂരിൻ്റെ പോക്കറ്റ് വീഴില്ല കേട്ടോ. അതിൽ ഡിസ്ട്രിബ്യൂഷൻ ഷെയർ വരുന്നത് 20 കോടി രൂപ മാത്രമേ. 38 കോടി രൂപ ഗ്രോസ് കളക്ഷൻ വന്നു. അതിൻ്റെ GSTയും ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു വരുമ്പോൾ നമ്മുടെ പെരുമ്പാവൂരിൻ്റെ പോക്കറ്റിൽ വീഴുന്നത് 20 കോടി രൂപ വരും. തെലുങ്കിൽ പടം റിലീസ് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ അവിടെ ആകെ വന്ന് നോക്കുന്നത് 6 ദിവസം കൊണ്ട് വന്ന് നോക്കുന്നത് 6.5 കോടി രൂപയാണ് വന്ന് നോക്കുന്നത്. അപ്പോൾ പിന്നെ ആന്ധ്രാപ്രദേശിൽ വളരെ കുറവാണ് വന്ന് നോക്കുള്ളൂ. 2.5 കോടി രൂപ വന്നുള്ളൂ. അതുപോലെ പിന്നെ തമിഴ്നാട്ടിൽ ഈ പടം വലിയ കത്തലും കേരളവും ബഹളം തിക്കും തിരക്കൊന്നും ഉണ്ടായില്ല. അവിടെ വെറും